ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക, തീർച്ചയായും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കേരളത്തിലെ മന്ത്രിസഭയാണ് ഡിസ്കസ് ചെയ്യാറ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ, നിലവിലെ മന്ത്രിസഭയല്ല. നമുക്ക് രണ്ട് മന്ത്രിസഭകളും പഠിച്ചിരിക്കേണ്ടതാണ്. നിലവിലെ മന്ത്രിസഭയാണെങ്കിൽ നമുക്കത് കറണ്ട് അഫെയർ ആയിട്ടും, ആദ്യ മന്ത്രിസഭയാണെങ്കിൽ നമുക്കതൊരു ചരിത്രമായിട്ടും നമുക്ക് പഠിക്കാണ്ട്. നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് അല്ലേ? EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് ചോദ്യം വന്ന ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ച ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പൊ ആദ്യ മുഖ്യമന്ത്രി നമുക്കൊക്കെ അറിയാം EMS നമ്പൂതിരിപ്പാടാണ്. PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. ഇതെപ്പോഴും ചോദ്യം വരാറുണ്ട്. മലയാളികൾ ആരുടെ പുസ്തകമാണ്? 1.25 കോടി മലയാളികൾ. ഇതാരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. പിന്നെ എന്ത് നമ്മൾ പഠിച്ചു? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി എന്ന് ചോദ്യം വന്ന ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. അപ്പൊ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇനി കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ഓരോന്നും നമുക്ക് കണക്ട് ചെയ്ത് ഇവിടുന്ന് എളുപ്പത്തിൽ തന്നെ പഠിച്ചു പോവാം. ടെൻഷൻ ഒന്നും വേണ്ട. ഓരോ പേരുകളും ഞാൻ എങ്ങനെ ഓർത്ത് വെക്കുന്നൊക്കെ ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ റെഡിയാക്കി തരാം. ആദ്യ മുഖ്യമന്ത്രി പിന്നെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ അതിന് വലിയ കണക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. EMS നമ്പൂതിരിപ്പാടാണ് ആദ്യ മുഖ്യമന്ത്രി. ആദ്യ ധനകാര്യമന്ത്രി ആരാന്ന് വെച്ചാൽ C. അച്യുതമേനോൻ. C. അച്യുതമേനോനാണ് കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി. ധനകാര്യമന്ത്രി ആരാണ്? C. അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാന്ന് വെച്ചാൽ C. അച്യുതമേനോനാണ്. നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത് എന്താണ്? ധനമാണ് അല്ലെ? ധനം ഉണ്ടെങ്കിലേ നമുക്കൊന്ന് കറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ധനം വേണം. അപ്പൊ നമ്മുടെ അച്ചുതണ്ടാണ് ധനം എന്നത് കണക്ട് ചെയ്യാലോ. ധനം, അച്യുതണ്ട്, അത് വെച്ചിട്ട് അച്യുതമേനോനെ കണക്ട് ചെയ്യുക. ധനമാണ് നമ്മുടെ അച്യുതണ്ട്. ധനമാണ് നമ്മുടെ അച്യുതണ്ട് എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. അച്യുതണ്ട് ധനം എന്ന് വെച്ച് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? C. അച്യുതമേനോനാണ്. ഇല്ലെങ്കിൽ താഴെ എങ്ങനെയൊക്കെ ചോദ്യം വരുമെന്നും പറഞ്ഞുതരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ജോഡികളിൽ പെടാത്തത് ഓരോ മന്ത്രിമാരെ തരും. അതിൽ പെടാത്തത് ആരെന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയാണ് അല്ലെ? ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയാണ് KR ഗൗരിയമ്മ. റവന്യൂ, എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. എന്തൊക്കെയാണ്? റവന്യൂ, എക്സൈസ് എന്നിവ ആരാണ് കൈകാര്യം ചെയ്തത്? KR ഗൗരിയമ്മ. അപ്പൊ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം കൈകാര്യം ചെയ്തത് ആരാണ്? C. അച്യുതമേനോൻ. ധനമാണ് നമ്മുടെ അച്യുതണ്ട് അല്ലെ? ധനമാണ് നമ്മുടെ അച്യുതണ്ട് എന്നാലോചിച്ച ധനകാര്യം കൈകാര്യം ചെയ്തത് അച്യുതമേനോനാണെന്ന് നമുക്ക് കിട്ടും. റവന്യൂ, എക്സൈസ് കൈകാര്യം ചെയ്തത് ആദ്യ വനിത അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? KR ഗൗരിയമ്മ അല്ലെ? റവന്യൂ, എക്സൈസ് കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയാണ്. ഇനി തൊഴിൽ, ഗതാഗതം എന്നിവ കൈകാര്യം ചെയ്തത് ആരെന്ന് ചോദ്യം വരും. ആരാണ് തൊഴിൽ, ഗതാഗതം എന്നിവ കൈകാര്യം ചെയ്തത്? തൊഴിൽ, ഗതാഗതം നമ്മളിപ്പോ വീട്ടിലിരുന്നിട്ട് ഈ തൊഴിലിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഗതാഗതം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആക്സിഡന്റുകൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഓക്കെ, നമ്മളിപ്പോൾ പുതിയ എന്തെങ്കിലും തൊഴിലിന്റെ അപ്ഡേറ്റ് ഉണ്ടോ, എന്തെങ്കിലും PSC നോട്ടിഫിക്കേഷൻ, അധികം നമ്മളിപ്പോൾ യൂട്യൂബിലാണ് ആലോചിക്കുക. ഓക്കെ, യൂട്യൂബ് ആണെങ്കിലും ന്യൂസ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും തൊഴിലുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുക? ന്യൂസ് വഴിയാണ്. ന്യൂസ് നമ്മൾ എങ്ങനെ? TV-യിൽ കാണും അല്ലേ? TV-യിലൂടെയാണ് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റുക? പുതിയ തൊഴിൽ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഗതാഗതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതായത് ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ എങ്ങനെയാണ്? TV-യിലൂടെ അറിയും. ഓക്കെ, അപ്പൊ TV എന്നത് വെച്ച് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഗതാഗതം, തൊഴിൽ, ഗതാഗതം എന്നിവ TV തോമസ് ആണ് കൈകാര്യം ചെയ്തത്. TV കണക്ട് ചെയ്താൽ മതി. TV. ഓക്കെ,
അപ്പൊ തൊഴിൽ ഗതാഗതം കൈകാര്യം ചെയ്ത ആരാണ്? ടി.വി. തോമസ് ആണ്. നിയമം വൈദ്യുതി, അത് സിമ്പിളാണ്. നിയമം വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്തത് വൈദ്യുതി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ രാത്രി കറണ്ട് പോയി കഴിഞ്ഞു. ഓക്കെ, രാത്രി പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് പോയി. അപ്പൊ നമ്മൾ എന്ത് പറയും? അയ്യോ എന്റെ കൃഷ്ണ എന്ന് പറയും അല്ലേ? എല്ലാവരും അങ്ങനെ പറയില്ല, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എന്റെ കൃഷ്ണ എന്ന് പറയും. ഓക്കെ, അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ എന്റെ കൃഷ്ണ എന്ന് പറയുന്ന ആലോചിച്ചു. അപ്പൊ കൃഷ്ണയ്യർ. ഓക്കെ, കറണ്ട് പോയാൽ എന്റെ കൃഷ്ണ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കൃഷ്ണയ്യർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ പഠിച്ചു? കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. ആദ്യ ധനകാര്യമന്ത്രി. ധനം എന്താണ്? നമ്മുടെ അച്യുതണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അച്യുതണ്ട് അച്യുത മേനോനാണ് ആദ്യ ധനകാര്യമന്ത്രി. റവന്യൂ എക്സൈസ് ആരാണ് കൈകാര്യം ചെയ്തത്? കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതയാണ് ആര്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത. ഇനി തൊഴിൽ ഗതാഗതം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? ടി.വി. തോമസ് ആണ്. തൊഴിൽ ഗതാഗതം ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ എങ്ങനെ അറിയും? ടി.വിയിലൂടെ കണ്ടറിയുന്ന ആലോചിച്ചാൽ മതി. തൊഴിൽ ഗതാഗതം ഇതിന്റെയൊക്കെ അപ്ഡേറ്റുകൾ നമുക്ക് എങ്ങനെ കിട്ടും? ടി.വിയിലൂടെ കിട്ടും. പിന്നെ നിയമം വൈദ്യുതി ഓക്കെ, നിയമം വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്ത ആരാണ്? VR കൃഷ്ണയ്യർ ആണ്. VR കൃഷ്ണയ്യർ. അപ്പൊ എങ്ങനെ കൃഷ്ണ വെച്ച് കണക്ട് ചെയ്യുക? അയ്യോ എന്റെ കൃഷ്ണ, കറണ്ട് പോയ എന്ത് പറയും? എന്റെ കൃഷ്ണ എന്ന് പറയുന്നത് വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ ഏതൊക്കെ പഠിച്ചു? മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ധനകാര്യമന്ത്രി ആര്? ധനം കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ധനം എന്താണ്? ധനം നമ്മുടെ അച്യുതണ്ടാണെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? അച്യുത മേനോനാണ് ധനകാര്യമന്ത്രി എന്ന് നമുക്ക് കിട്ടും. ഇനി റവന്യൂ എക്സൈസ് കേട്ട ആലോചിച്ചോ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഏക വനിത കൈകാര്യം ചെയ്തത് റവന്യൂ എക്സൈസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം, ഒന്ന് മുഖ്യമന്ത്രിയും ഒന്ന് റവന്യൂ എക്സൈസും ആണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലെ? വിദ്യാഭ്യാസം സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പൊ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ ആ കൃതി ഞാൻ പറഞ്ഞു, അത് പഠിച്ചു വെക്കണം. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വന്നാൽ അത് EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ധനകാര്യം കൈകാര്യം ചെയ്തത് ആരാണ്? അച്യുത മേനോൻ. ധനം എന്താണ്? നമ്മുടെ അച്യുതണ്ടാണെന്ന് കണക്ട് ചെയ്യുക. ധനം അച്യുതണ്ടാണ്. റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്ത ആരാണ്? KR ഗൗരിയമ്മ. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. തൊഴിൽ ഗതാഗതം ഇതിന്റെയൊക്കെ അപ്ഡേറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? തൊഴിൽ ഗതാഗതം എന്നുള്ളതിന്റെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ, തൊഴിലിന്റെയും ഗതാഗതത്തിന്റെയൊക്കെ അപ്ഡേറ്റ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാണണം? ടി.വിയിൽ ന്യൂസ് കാണണം എന്നാലോചിക്കുക. അപ്പൊ ടി.വി. തോമസ്. തൊഴിൽ ഗതാഗതം ടി.വി. തോമസ്. പിന്നെ നിയമം വൈദ്യുതി വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. എന്റെ കൃഷ്ണ എന്ന് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. ഇതുവരെ പഠിച്ച അത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാ. മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ധനം നമ്മുടെ അച്യുതണ്ടാണെന്ന് ഓർത്തു വെച്ചോ. ധനകാര്യം അച്യുത മേനോനാണ്. റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ. ആദ്യ മന്ത്രിസഭയിലെ പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? KR ഗൗരിയമ്മ. ഓക്കെ, അപ്പോൾ ആദ്യ വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. തൊഴിൽ ഗതാഗതം കൈകാര്യം ചെയ്തത് ആരാണ്? ടിവിയിലൂടെയാണ് തൊഴിൽ ഗതാഗതം. അപ്പൊ ടി.വി. തോമസ്. ഓക്കെ, ടി.വി. തോമസ്. നിയമം വൈദ്യുതി കറണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ എന്റെ കൃഷ്ണ, ഇരുട്ടാണല്ലേ, ഇരുട്ടത്ത് എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്ന ആലോചിച്ചാൽ മതി. എന്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ആലോചിച്ചാൽ മതി. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വിദ്യാഭ്യാസം സഹകരണം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് വിദ്യാഭ്യാസം സഹകരണം. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എണ്ണം ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ? ആദ്യം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് പഠിച്ചു വെക്കണം. അത് ചെറുപ്പം തൊട്ടേ നമുക്ക് അറിയുന്ന ആവണം. ഓക്കെ, അപ്പൊ EMS നമ്പൂതിരിപ്പാടാണ് ആര്? കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? അത് KR ഗൗരിയമ്മയാണ്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസം സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ഇനി ഭക്ഷ്യം വനം ആരാണ്? ഭക്ഷ്യം വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. ഭക്ഷ്യം വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. ഭക്ഷ്യം വനം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? KC ജോർജ് ആണ്. ഭക്ഷ്യം വനം എന്നിവ കൈകാര്യം ചെയ്തത്. അപ്പൊ ജോർജ് കണക്ട് ചെയ്യുക. ജോർജ് ഓഫ് ദി ജംഗിൾ വെച്ച് കണക്ട് ചെയ്തുകൂടെ? നമുക്കറിയാം ജോർജ് ഓഫ് ദി ജംഗിൾ പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട് അല്ലേ? ജോർജ് ഓഫ് ദി ജംഗിൾ കൊച്ചി ടിവിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാർട്ടൂണാണ് ജോർജ് ഓഫ് ദി ജംഗിൾ. കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. കുറച്ച് കാലം മുമ്പ് വരെ സാധനം ഉണ്ടായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, പലരുടെയും മക്കൾ പഠിക്കുന്നുണ്ടാവും, അല്ല മക്കൾ പഠിക്കല്ല മക്കൾ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളും കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ
ഓർത്ത് വെക്കുക. അങ്ങനെ കൊച്ചു ടി വി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ജോർജ് ഓഫ് ദി ജംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ കിട്ടും. അപ്പോൾ അതിൽ കണക്ട് ഇനി അത് അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വെറുതെ പോയി ഗൂഗിൾ ചെയ്യുക. ജോർജ് ഓഫ് ദി ജംഗിൾ കാർട്ടൂൺ വെറുതെ ഗൂഗിൾ ചെയ്താൽ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ കയറും. അപ്പോൾ ജോർജ് ഓഫ് ദി ജംഗിൾ എന്നുള്ള പേരും നിങ്ങളുടെ മൈൻഡിൽ കയറും. അപ്പോൾ KC ജോർജ്. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? KC ജോർജ് ആണ്. ഇനി വ്യവസായം ആരാണ്? KP ഗോപാലൻ. വ്യവസായം KP ഗോപാലനാണ്. വ്യവസായം KP ഗോപാലൻ. ക്രേസി ഗോപാലൻ സിനിമ കണ്ടവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ അവനൊരു കള്ളനാണ് അല്ലേ? ക്രേസി ഗോപാലൻ സിനിമയിൽ ദിലീപ് എന്താണ്? കള്ളനാണ്. പക്ഷേ വൻ ബിസിനസ്മാൻമാരുമായിട്ടാണ് മുട്ടല്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പൊ വ്യവസായം വെച്ച് കണക്ട് ചെയ്യുക. വ്യവസായം KP ഗോപാലൻ. KP ഗോപാലൻ. പൊതുമരാമത്ത് ആരാണ്? TA മജീദ് ആണ്. പൊതുമരാമത്ത് TA മജീദ്. പൊതുമരാമത്ത് TA മജീദ് ആണ് കൈകാര്യം ചെയ്തത്. അപ്പൊ വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ഭക്ഷ്യം, വനം എന്ത് കണക്ട് ചെയ്യുക? ജോർജ് ഓഫ് ദി ജംഗിൾ കണക്ട് ചെയ്തത്. ജംഗിൾ എന്താണ്? വനം. ഓക്കെ, അപ്പൊ ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് KC ജോർജ് ആണ്. വ്യവസായം ക്രേസി ഗോപാലൻ ആലോചിച്ചാൽ KP ഗോപാലനെ കിട്ടണം. വ്യവസായം KP ഗോപാലൻ. പൊതുമരാമത്ത് TA മജീദ്. പൊതുമരാമത്ത് TA മജീദ് ആണ്. തദ്ദേശ സ്വയംഭരണം. അതിൽ ഈ വാക്ക് കണക്ട് ചെയ്താൽ കിട്ടും. തദ്ദേശ സ്വയംഭരണം. ഈ സ്വയംഭരണം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. ചാത്തൻ അല്ലേ? ചാത്തന്മാരെന്താ? സ്വയം ഭരിക്കുക. അതായത് അവർ വേറെ ആരെയും പറയുന്നത് കേൾക്കൊന്നുമില്ല. ഓക്കെ, ചാത്തന്മാരെന്താണ്? സ്വയം ഭരിക്കുകയാണ്. സ്വയം ഭരിക്കുക. അവർക്ക് അവരുടേതായ ഒരു നിയമമുണ്ട്. ഓക്കെ, ചാത്തന്മാർ വേറെ ആരെയും അനുസരിക്കൊന്നുമില്ല. ചാത്തന്മാർക്ക് എന്താണ്? അവരുടേതായ നിയമങ്ങളുണ്ട്. ഓക്കെ, ചാത്തന്മാരെ ഞാൻ കൊണ്ടുവരും അല്ലേ? ചാത്തന്മാർ നിന്നെ അവിടെ കൊണ്ടുവരുന്നൊക്കെ പറയാനല്ലേ? അപ്പൊ ചാത്തന്മാർ കണക്ട് ചെയ്യുക. ചാത്തന്മാരെ എന്താണ്? സ്വയം ഭരണം എന്നുള്ളത് കണക്ട് ചെയ്താൽ PK ചാത്തൻ മാസ്റ്റർ ആണ് കേട്ടോ. ചാത്തന്മാരെ മാത്രം കണക്ട് ചെയ്ത് വെക്കല്ലേ. PK ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തത്. PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ ആണ്. PK ചാത്തൻ മാസ്റ്റർ. ഇനി ആരോഗ്യം Dr. AR മേനോൻ. നമ്മൾ ഇത്രയും നേരം ഒരുപാട് ആളുകളെ പഠിച്ചു, അതായത് ഒരുപാട് മന്ത്രിമാരെ നമ്മൾ പഠിച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഓർമ്മ ഉണ്ടോ? അപ്പോൾ ആരോഗ്യം സിമ്പിൾ അല്ലേ? Dr. AR മേനോൻ. കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ ആരാണ്? ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ AR മേനോൻ. അങ്ങനെ കണക്ട് ചെയ്താൽ ആരോഗ്യം ആരാ നമുക്ക് കിട്ടും. അപ്പോൾ ആരോഗ്യം Dr. AR മേനോൻ. തദ്ദേശ സ്വയംഭരണം എന്നുള്ളത് കണക്ട് ചെയ്ത് ആരെ കിട്ടണം? ചാത്തനെ കിട്ടണം. അപ്പോൾ PK ചാത്തൻ മാസ്റ്റർ ആണ്. തദ്ദേശ സ്വയംഭരണം. പൊതുമരാമത്ത് ആരാണ്? TA മജീദ് ആണ്. പൊതുമരാമത്ത് ആരാണ്? TA മജീദ്. വ്യവസായം ആരാണ്? KP ഗോപാലൻ. വ്യവസായം KP ഗോപാലൻ. ഭക്ഷ്യം, വനം എന്താലോചിക്കണം? ജോർജ് ഓഫ് ദി ജംഗിൾ ആലോചിക്കണം. അപ്പൊ KC ജോർജ് കിട്ടും. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരിയാണ്. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. വിദ്യാഭ്യാസം സഹകരണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ. ഞാൻ പറയാം, കൂടെ പറയണേ. വിദ്യാഭ്യാസം സഹകരണം കൈകാര്യം ചെയ്തത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. വിദ്യാഭ്യാസം സഹകരണം എന്നിവ, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ് ചോദ്യം വരിക. അതാരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് ആരാന്നാവില്ല ചോദിക്കുക. കേരള ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരെന്നാവും ചോദ്യം വരിക. അതാരാണ്? KR ഗൗരിയമ്മ. പിന്നെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി നമുക്കൊക്കെ അറിയാം. അതാരാണ്? EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ കൃതിയും വളരെ പ്രധാനമാണ്. 1.25 കോടി മലയാളികൾ. ഇനി തദ്ദേശ സ്വയംഭരണം, ആദ്യ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ PK ചാത്തൻ മാസ്റ്റർ. ചാത്തൻ സ്വയംഭരണം. ഓക്കെ, ആരോഗ്യമാണെങ്കിൽ അതൊരു ഡോക്ടറാണ്. Dr. AR മേനോൻ. ഇനി പൊതുമരാമത്താണെങ്കിൽ ആരാണ്? TA മജീദ്. വ്യവസായം ക്രേസി ഗോപാലനെ കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലെ? വ്യവസായം KP ഗോപാലൻ. പിന്നെ ജോർജ് ഓഫ് ദി ജംഗിൾ എന്താണ്? വനം. അപ്പൊ ഭക്ഷ്യം, വനം ഏതാണ്? KC ജോർജ് ആണ്. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത്. ഭക്ഷ്യം, വനം KC ജോർജ്. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. പൊതുമരാമത്ത് TA മജീദ്. വ്യവസായം KP ഗോപാലൻ. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. ആരോഗ്യം Dr. AR മേനോൻ. ഓക്കെ, പിന്നെ TV നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തത്? TV തോമസ് ഏതാണ്? തൊഴിൽ ഗതാഗതം TV തോമസ് ആണ്. TV തോമസ്. ഓക്കെ, തൊഴിൽ ഗതാഗതം TV തോമസ്. അപ്പൊ മുഖ്യമന്ത്രി EMS. ധനകാര്യം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? ധനം എന്താണ്? നമ്മുടെ അച്യുതണ്ടാണെന്നുള്ളത് വെച്ച് കണക്ട് ചെയ്തു. ഓക്കെ, ധനം അച്യുതണ്ടാണ്. അപ്പോൾ അച്യുത മേനോൻ. ധനകാര്യം അച്യുത മേനോൻ. ആദ്യ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മ. തൊഴിൽ ഗതാഗതം എവിടെ കാണും? നമ്മൾ TV കാണും. തൊഴിൽ ഗതാഗതം TV കാണും. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. വൈദ്യുതി എങ്ങനെ കണക്ട് ചെയ്തു? എന്റെ കൃഷ്ണ എന്നാലോചിക്കുന്നു നമ്മൾ കണക്ട് ചെയ്തു അല്ലേ? എന്റെ കൃഷ്ണ എന്നാലോചിച്ചാൽ നിയമം വൈദ്യുതിയും നമുക്ക് കണക്ട് ആവും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചോദ്യം വരും. EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മന്ത്രിമാരെ പറയൂ. ആദ്യ മുഖ്യമന്ത്രി ആരാണ്?
മുഖ്യമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടണതാണ്. അപ്പോൾ ആദ്യ ധനകാര്യമന്ത്രി ആരാണ്? ധനകാര്യം. ഓക്കെ, ആദ്യ ധനകാര്യമന്ത്രി ആരാ? ആദ്യ ധനകാര്യം. ധനം എന്താണ്? നമ്മുടെ എന്താണ്? അച്യുത എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആളെ കിട്ടിയോ? ആരാണ്? C അച്യുത മേനോനാണ്. പിന്നെ നമ്മൾ റവന്യൂ എക്സൈസ് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മ. അപ്പൊ റവന്യൂ എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി എന്നിവ കൈകാര്യം ചെയ്ത ആരാണ്? VR കൃഷ്ണയ്യർ. എങ്ങനെ കണക്ട് ചെയ്തു? നിയമം വൈദ്യുതി കറണ്ട് പോയാൽ എൻ്റെ കൃഷ്ണ എന്നാലോചിച്ചു. തൊഴിൽ ഗതാഗതം TV തോമസ്. എവിടെ നോക്കും? TV-യിൽ നോക്കും അല്ലേ? തൊഴിൽ ഗതാഗതം TV തോമസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടി. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസം സഹകരണം. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദ്യം വരും. ആരാണ്? നമ്മൾ പഠിച്ചു ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലേ? ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ഭക്ഷ്യം, വനം എന്നിവ കൈകാര്യം ചെയ്തത് വനം. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? എന്തോ ഒരു കാർട്ടൂണിന്റെ പേര് പറഞ്ഞു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതാണ്? ജോർജ് ഓഫ് ദി ജംഗിൾ. അങ്ങനെ കണക്ട് ചെയ്ത ഭക്ഷ്യം, വനം KC ജോർജ് ആണ്. വ്യവസായം, ഏതോ ഒരു സിനിമ ഞാൻ പറഞ്ഞു, ഏതാണ്? ക്രൈസി ഗോപാലൻ. അതിൽ അവൻ കള്ളനാണ് എങ്കിലും വ്യവസായം വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വ്യവസായം KP ഗോപാലൻ. പൊതുമരാമത്ത് TA മജീദ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ തദ്ദേശ സ്വയംഭരണം. എങ്ങനെ കണക്ട് ചെയ്തു? സ്വയം ഭരിക്കുന്നതാണ് ചാത്തൻ അല്ലേ? ചാത്തന്മാരെന്താണ്? സ്വയമാണ് ഭരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ തദ്ദേശ സ്വയംഭരണം എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഓപ്ഷൻ കണ്ട്, അതായത് ചോദ്യം തദ്ദേശ സ്വയംഭരണം, ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആര്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം ആദ്യ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തത് ആരെന്ന് ചോദ്യം വന്നിട്ട് താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ തരുമ്പോൾ ആ സ്വയംഭരണം എന്നുള്ളത് മാത്രം വെച്ചിട്ട് താഴെ ഇങ്ങനെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പോൾ ഒരാളെ നിങ്ങൾക്ക് കണക്ട് ആവും. എന്താണ്? ചാത്തന് സ്വയമാണ് ഭരണം എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദ്യം കണ്ട് ഓപ്ഷൻ കാണുമ്പോൾ കണക്ട് ആവട്ടെ. അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, എല്ലാം കിട്ടും. അതായത് കണക്ഷൻസ് ഒക്കെ കിട്ടും. കോഡുകൾ പോലെയല്ല, കോഡുകളാണ്. പല കോഡുകളും ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഓർക്കേണ്ടി വരിക. കണക്ഷൻസ് പറഞ്ഞാൽ അത് അത്രയും സിമ്പിളാണ്, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോഡുകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ട് തന്നെ പോകണം. അത് പഠിക്കാൻ പിന്നെ വേറെ സമയം കണ്ടെത്തണം. അപ്പോൾ മാക്സിമം കണക്ഷനിലൂടെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ പൊതുമരാമത്ത് ആരാണ്? ഇനി പൊതുമരാമത്ത് TA മജീദ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. ആരോഗ്യം പിന്നെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. വേഗം പോയിട്ട് ഡോക്ടർ, ഇതിൽ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഡോക്ടർ AR മേനോനാണ് കേട്ടോ. ഡോക്ടർ AR മേനോനാണ് ആരോഗ്യം കൈകാര്യം ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, ആദ്യ മുഖ്യമന്ത്രി നമ്മൾ പഠിച്ചു. അദ്ദേഹത്തെ പറ്റി ഒരു പോയിന്റ് കൂടെ ഞാൻ എക്സ്ട്രാ പറഞ്ഞത്, ഒന്നല്ല 2 പോയിന്റ് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൃതി 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാറുണ്ട്. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. അതുപോലെ തന്നെ ചോദ്യം വരുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. മീൻസ് ഇനി ചോദ്യം വരാനും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരാനൊക്കെ സാധ്യത ഉള്ളതാണ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? അത് ആരാണ്? ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മയാണ്. നിയമം വൈദ്യുതി കൈകാര്യം ചെയ്തത് VR കൃഷ്ണയ്യറാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം എങ്ങനെ വരും? കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദ്യം വരും. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പഠിച്ചു പോയി, ഇവിടുന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്